യുപിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങൾ മഹാസഖ്യത്തിന് വലിയ ഭീഷണിയായിരിക്കുകയാണ്. മഹാസഖ്യം ഓരോ മണ്ഡലങ്ങളിലെയും വിജയസാധ്യത എടുത്തപ്പോൾ വലിയ വെല്ലുവിളിയായിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ബിഎസ്പിക്ക് ഇത്തവണ യുപിയിൽ നിന്നും പ്രതീക്ഷിച്ച വിജയം നേടാനാകില്ല എന്നും സൂചനയുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. കോൺഗ്രസ് ആദ്യമായി ലക്നൌവിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ്. ശത്രുഘ്നൻ സിൻഹയുടെ ഭാര്യ പൂനം സിൻഹ മത്സരിക്കുന്ന മണ്ഡലമാണിത്. എസ്പിയും ബിഎസ്പിയും കോൺഗ്രസുമായി വിട്ടുവീഴ്ച ചെയ്യാത്ത സാഹചര്യത്തിൽ വിട്ടുകൊടുക്കില്ല എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. സമാജ്വാദി പാർട്ടിക്ക് 42 സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യമുണ്ട്. ഇവിടെ കോൺഗ്രസ് ശക്തരായ സ്ഥാനാർത്ഥിയെ നിർത്തിയതുകൊണ്ട് ഫലം ചെറിയ തോതിൽ മാറാം. യാദവ്, ദളിത്, മുസ്ലിം വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളാണ് എസ്പി പിടിക്കുക. ഇതിൽ കോൺഗ്രസിന് മുസ്ലിങ്ങളുടെ പിന്തുണ ശക്തമായുണ്ട്. അതാണ് എസ്പിയെ ആശങ്കപ്പെടുത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ യുവ നേതാവെന്ന പ്രതിച്ഛായയും കോൺഗ്രസിന് ഒപ്പമാണ്. കോൺഗ്രസും ബിഎസ്പിയും തമ്മിൽ 30 സീറ്റുകളിലാണ് പോരാട്ടം നടക്കുന്നത്. 20 സീറ്റുകൾ ബിഎസ്പിയും 10 സീറ്റുകൾ കോൺഗ്രസിനും ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ബിഎസ്പി കോൺഗ്രസ് പോരാട്ടമുള്ള പശ്ചിമ യുപിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ജാതി സമവാക്യ രാഷ്ട്രീയം വലിയ നിർണായകമാകും. ബിജെപിയെ സംബന്ധിച്ച് സ്വന്തമായുള്ള വോട്ട് ബാങ്ക് യുപിയിൽ ഇത്തവണ തകർന്നടിയും. യോഗി ആദിത്യനാഥാണ് ഇതിന് പ്രധാന കാരണക്കാരൻ. മോദിയുടെ നയങ്ങൾ തൊഴിൽ ക്ഷാമം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ബിജെപിക്കുള്ള എംഎൽഎമാരും എംപിമാരും വളരെ മോശം പ്രതിച്ഛായയുള്ളവരാണ്. 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ബിജെപി ഉറപ്പായും അധികാരത്തിൽ വരുമെന്ന് പറയാൻ സാധിക്കുന്നത്. ഗ്രാമീണ നഗരമേഖലകളിൽ വോട്ട് മാറി മറിയും. നഗരമേഖലകളിൽ ബിജെപിക്കാണ് പിന്തുണ. എന്നാൽ നേതാക്കളെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ബിജെപി വിമർശിക്കുന്നത് അവരുടെ സ്വീകാര്യത വർദ്ധിച്ചിരിക്കുകയാണ്. യുപിയിൽ കോൺഗ്രസ് ശക്തമാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. മുതിർന്ന ബിഎസ്പി നേതാവ് രാഹുലുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. മായാവതിക്ക് പാർട്ടിയെ നിയന്ത്രിക്കാൻ അറിയില്ല എന്നാണ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. മഹാസഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ ഒഴിവാക്കിയത് മായാവതിയുടെ വീഴ്ചയാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും മഹാസഖ്യത്തിൽ നിന്നും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.